ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. അൺടൈംഡ് സീരീസ് കണ്ടു. നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള TV മിനി സീരീസ് ആണ് അൺടൈംഡ്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു മിസ്റ്ററി ഡ്രാമ, അതാണ് അൺടൈംഡ്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് എറിക് ബാന, സാം നെയിൽ, പുതിയതായിട്ടുള്ള റോസ്മെരി ഡേവിഡ്. ഇവരൊക്കെ പോലീസ് കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് യോസ്മൈറ്റ് നാഷണൽ പാർക്ക്, അമേരിക്കയിലുള്ള യോസ്മൈറ്റ് നാഷണൽ പാർക്ക് വലിയൊരു നാഷണൽ പാർക്കാണ്, കാടിനോട് ചേർന്നിട്ടുള്ള പാർക്ക്. ഇവിടെ ഇവർക്കൊരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു യങ് പെൺകുട്ടിയുടെ ഒരു ബോഡി കിട്ടുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്ന കഥാപാത്രമായിട്ടാണ് എറിക് ബാന വരുന്നത്. എറിക് ബാനയ്ക്ക് ആണെങ്കിൽ വളരെ ട്രബിൾഡ് ആയിട്ട് പാസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ബോഡി കിട്ടി, അത് എങ്ങനെ അവിടെ വന്നു, എന്തുകൊണ്ട് വന്നു, ആര് ചെയ്തു, ഇതിനെ കുറിച്ചിട്ടുള്ള ഈ അന്വേഷണം ഒരു മിസ്റ്ററി പോലെ ഈ ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ സെറ്റ് ചെയ്തിട്ട് ആണ് കഥ മുന്നോട്ട് പോണത്. 6 എപ്പിസോഡുകളാണുള്ളത്. മാർക്ക് എൽ സ്മിത്ത് ആണ് ഇതിന്റെ റൈറ്റർ. ഓരോ എപ്പിസോഡ് ഒരു 45-50 മിനിറ്റ് ഉണ്ടായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റൈറ്റിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വളരെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സ്ക്രീൻ പ്ലേയോ ഭയങ്കര ഫാസ്റ്റ് പേസോടും അല്ല, സ്ലോവിലാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷെ ഓരോ എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ അല്ലെങ്കിൽ എപ്പിസോഡ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് നമുക്ക് തരും. ആ ഹുക്ക് പോയിന്റ് നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്താണ് ഉണ്ടാവുക, ഇനി എന്തായിരിക്കും, ഇനി എന്തൊക്കെ തരത്തിലുള്ള വിഷ്വൽസ്. ഈ വിഷ്വൽസ് പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു പാർക്ക് ആയതുകൊണ്ട് അവിടെ കുറെ നിയമങ്ങളൊന്നും പാലിക്കാത്ത കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പല ടൈപ്പ് മൃഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ല മാനുകള്, കുതിരകള്. ഒരു കുതിര റൈഡൊക്കെ ആയിട്ട് ഇതാണ് ഇതിലെ പോലീസ് കഥാപാത്രങ്ങൾ അന്വേഷിക്കാൻ പോണത്. യൂഷ്വലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് ജീപ്പ് അങ്ങനത്തെ സാധനങ്ങളല്ലേ. ഇവര് ചില കേസ് അന്വേഷിക്കാൻ പോകുന്നത് കുതിരപ്പുറത്താണ്, കാട്ടിന്റെ ഉള്ളിൽ കൂടെയാണ്, നല്ല ലൊക്കേഷനിലൂടെയാണ്. ഇതിൽ കുറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൻസ്, വെള്ളച്ചാട്ടങ്ങള്, സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അതിനിടയിൽ കൂടെ ഈ മിസ്റ്ററി ഡ്രാമയുടെ അന്വേഷണം, ഈ അന്വേഷണം എത്തിച്ചേരുന്ന പല ഇന്റൻസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള മൊമെന്റ്സ്, അതാണ് ഈ പടം അല്ല ഈ സീരീസ്. പിന്നെ ഈ എറിക് ബാനയുടെയും ഈ റോസ്മേരി ഡേവിഡിന്റെയും കഥാപാത്രങ്ങളുടെ ഒരു ട്രബിൾഡ് ബാക്ക്ഗ്രൗണ്ട്, അവർക്ക് ഉണ്ടാവുന്ന ട്രാജഡീസും കൂടി ഇതിൽ അവർ പറയുന്നുണ്ട്. അങ്ങനെ പാസ്റ്റും പ്രസന്റും കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സീരീസിന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ എൻഡിങ് നമ്മളിങ്ങനെ പലതരത്തിൽ ചിന്തിക്കും. നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിന്റെ എൻഡിങ്ങിൽ എത്തിണ്ടാവുക. പക്ഷെ ആ എത്തിക്കുന്ന രീതി, അവരത് അൺട്രാവൽ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അൺഫോൾഡ് ചെയ്യുന്ന രീതി അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് നമുക്കിങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഈ എറിക് ബാനയുടെ കഥാപാത്രം, അയാളുടെ ആ ഒരു പെർഫോമൻസ് ഇതിന്റെ ഹൈലൈറ്റ് ആണ്. ഒപ്പം ഈ ബ്യൂട്ടിഫുൾ വിഷ്വൽസ്, പിന്നെ ഈ നല്ല ടെക്നിക്കൽ സപ്പോർട്ട്, ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ നല്ല ഒരു മിസ്റ്ററി ഡ്രാമ ആയിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം, എൻ്റെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം.